ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു കഫേയാണ് പട്ടം കുമാരപുരത്തുള്ള സേവ് സ്ട്രീറ്റ് കഫേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിടെയാണേ. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ആണ്. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സ് ആയി കഴിഞ്ഞാലും ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ 2 ടൈപ്പുള്ള ഡൈനിങ് ഉണ്ട്. ഒന്ന് നമ്മൾ കയറുമ്പോൾ ഉള്ള ഫ്ലോറിലും പിന്നൊന്ന് വന്നിട്ട് അണ്ടർഗ്രൗണ്ടിലുമാണ്. അവിടെ കുറച്ചുകൂടെ ഒരു ഗെയിം സോൺ ടൈപ്പൊക്കെയാണ് അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് ആംബിയൻസിലിരുന്ന ഫുഡ് കഴിക്കേണ്ടതെന്ന്. ഇവിടുത്തെ മെനുവിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ട്. പിന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ ഡൈനിങ് ചൂസ് ചെയ്തത്. 3-4 ഐറ്റംസും ഡ്രിങ്ക്സ് ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അതിൽ ഫസ്റ്റ് എത്തിയ 2 വന്നിട്ട് ഡെവിൾസ് ബഫലോ വിങ്സ് എന്ന് പറയുന്ന ഇവരുടെ ഒരു മോസ്റ്റ് മൂവിങ് ഐറ്റവും പിന്നെ ചിക്കൻ വേഫിൾസുമാണ്. വേഫിളും ചിക്കനും കൂടെ കൂടിയിട്ടുള്ള ബർഗർ കഴിച്ചിട്ടുണ്ട് ഞാൻ. ഇതും ഏകദേശം ആ ബർഗർ പോലത്തെ ഒരു ഐറ്റം തന്നെ. പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇതിൻ്റെ ബർഗർ കഴിക്കുന്നത് പ്ലേറ്റഡ് കഫേ എന്നാണേ. അപ്പോൾ അതിനുശേഷം ഈ ഒരു കോമ്പിനേഷൻ ഇവിടെ നിന്നാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒപ്പം അവരുടെ ആ ഡിപ്പിൽ മുക്കി കഴിക്കാനായിരുന്നാലും സൂപ്പറായിരുന്നു. ഇതിവിടുത്തെ മെനുവിലുള്ള ബീഫ് മീറ്റ് പൈ ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ വിങ്സ് കഴിച്ചിട്ട് പറയാം. ഈ വിങ്സിൽ ഡെവിൾസ് ബഫലോ വിങ്സിൽ 10 പീസാണ് വരുന്നത് കേട്ടോ. നല്ല ബഫലോ സോസ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ള അടിപൊളി വിങ്സ് ആണ്. അതിൻ്റെ ആ സ്മെല്ലായിരുന്നാലും ആ കഴിച്ചപ്പോൾ ആ കിട്ടിയ ആ സോസിൻ്റെ ഫ്ലേവർ ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് കഴിച്ചതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ഇതാണ്. വിങ്സ് കഴിച്ച് കഴിയാറായപ്പോഴേക്കും നേരത്തെ ഓർഡർ ചെയ്ത ഡ്രിങ്ക് ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഐസ് ലാറ്റയാണ്. ഐസ് ലാറ്റ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ബാക്കി 2 ഡ്രിങ്ക് ഐറ്റംസ് പിന്നെ കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ നേരത്തെ കാണിച്ച ആ ബീഫ് മീറ്റ് പൈ ഇല്ലേ, അതാണ് അടുത്ത് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. മുകളിലത്തെ ലെയറിൽ ഫുള്ളി ചീസ് കൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് അകത്താണെങ്കിൽ ഒരു ബീഫിൻ്റെ ഒരു ഗ്രേവി ടൈപ്പ് ടെക്സ്ചറിൽ വരുന്ന ഒരു സാധനമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ എനിക്കൊരു ഓക്കെ ഫീലാണ് തോന്നിയത്. ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ മാക്സിമം കഫേയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ലോഡഡ് ഫ്രൈസ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ സേവ് സ്ട്രീറ്റ് കഫേയിലെ ലോഡഡ് ഫ്രൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് കരുതി ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കെച്ചപ്പ് സോസൊക്കെ കുറച്ച് കുറവാണ്. നോർമലി ബാക്കി എല്ലാ സൈഡിലുള്ള ലോഡഡ് ഫ്രൈസ് പോലെ അല്ല. ചീസും ലൈറ്റായിട്ട് സ്പെഷ്യൽ സോസും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച് മീറ്റൊക്കെ വരുന്ന ഒരു മൈൽഡ് ഫ്ലേവറിലുള്ള ഒരു ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. സ്ട്രോബെറി മൊഹീറ്റോയിൽ സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവറും എടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് ഒട്ടും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പാഷൻ മൊഹീറ്റോ നൈസായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. പിന്നെ ഒരു ബ്ലൂ ഫ്ലേവറിൽ വരുന്ന ബ്ലൂ ലെമൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു മൊഹീറ്റോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നൈസായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഗെയിംസ് കളിക്കാൻ പറ്റും. പിന്നെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ടേബിൾ ഗെയിംസ് ഉണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ഗെയിം പാഡിൽ TV-യിൽ കണക്ട് ചെയ്തിട്ടുള്ള ഗെയിംസും കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സേവ് സ്ട്രീറ്റ് കഫേന്ന് കുറിച്ചുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടൈമും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ എന്തായാലും അവരുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ ബ്രൈറ്റ് ആയിട്ടുള്ള ആംബിയൻസിലിരുന്ന് ഡൈനിങ് ചെയ്യത്തുള്ളേ. അപ്പോൾ സേവ് സ്ട്രീറ്റ് കഫേയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം പട്ടം കുമാരപുരത്താണേ.